TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ട്രക്ചർ ഓഫ് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്, അതായത് ആക്റ്റിൻ ആൻഡ് മയോസിൻ. അതിൽ സ്ട്രക്ചർ ഓഫ് ആക്റ്റിൻ ഫിലമെൻറ്റിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. ആക്റ്റിൻ ഫിലമെൻറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും 3 ടൈപ്പ് പ്രോട്ടീൻസ് കൊണ്ടാണ്. ഒന്ന് എഫ് ആക്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഈ എഫ് ആക്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അഥവാ ഫൈബ്രസ് ആക്റ്റിൻ എന്ന് വിളിക്കും. ഫൈബ്രസ് ആക്റ്റിൻ ഓർ എഫ് ആക്റ്റിൻ. ഈ എഫ് ആക്റ്റിനാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പ്രോട്ടീൻ. ഇതൊരു 2 ഫിലമെൻറ്റ് ഇങ്ങനെ സ്പൈറൽ ഷേപ്പിൽ, ഹെലിക്കൽ ഷേപ്പിൽ ഇങ്ങനെ ചുറ്റി കാണുന്ന ടൈപ്പ് രീതിയിലാണ് കാണുന്നത്. ഈ എഫ് ആക്റ്റിൻ, ഈച്ച് ആക്റ്റിൻ തിൻ ഫിലമെൻറ്റ് ഈസ് മേഡ് ഓഫ് 2 എഫ് ആക്റ്റിൻസ് ഓർ ഫിലമെൻറ്റസ് ആക്റ്റിൻ. എഫ് ആക്റ്റിൻ്റെ ഫുൾ ഫോമാണ് ഫിലമെൻറ്റസ് ആക്റ്റിൻ. ഹെലിക്കലി വൗണ്ട് ടു ഈച്ച് അതർ. ഒരു സ്പ്രിങ് പോലെ ഹെലിക്കൽ ഷേപ്പിൽ ഇങ്ങനെ വൗണ്ട് ചെയ്ത് കാണുന്ന ഒരു രീതിയിലാണ് എഫ് ആക്റ്റിൻ കാണുക. ഈച്ച് എഫ് ആക്റ്റിൻ ഈസ് എ പോളിമർ ഓഫ് മോണോമെറിക് ജി ആക്റ്റിൻ. ഇവിടെ പിക്ചറിൽ നമുക്ക് കാണാം, ഇത് ഓരോന്നും ഓരോ ഗ്ലോബുലാർ ഷേപ്പിലാണ്, റൗണ്ട് ഷേപ്പ്, ഒരു ബോൾ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോൾ പോലെ ഇരിക്കുന്ന ആക്റ്റിൻസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അതൊരു ഫിലമെൻറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറും. അപ്പോൾ എഫ് ആക്റ്റിൻ ഈസ് എ പോളിമർ ഓഫ് ജി ആക്റ്റിൻ. അപ്പോൾ ഇതിൽ ഓരോ മോണോമറിക് യൂണിറ്റും ഓരോ ജി ആക്റ്റിനാണ്. ഇനി മറ്റൊരു ഫിലമെൻറ്റ്, അതായത് ട്രോപ്പോമയോസിൻ എന്ന് പറയുന്ന മറ്റൊരു ഫിലമെൻറ്റ് പിക്ചറിൽ നമുക്ക് കാണാം. ഡാർക്ക് കളറിൽ ഈ കാണുന്ന മറ്റൊരു ഫിലമെൻ്റാണ് ട്രോപ്പോമയോസിൻ. 2 ഫിലമെൻറ്റ്സ് ഓഫ് അനദർ പ്രോട്ടീൻ ട്രോപ്പോമയോസിൻ ആൾസോ റൺ ക്ലോസ് ടു ദ എഫ് ആക്റ്റിൻസ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ എഫ് ആക്റ്റിനുമായിട്ട് ചേർന്നുകൊണ്ട് ആ എഫ് ആക്റ്റിൻ്റെ ഗ്രൂവിൽ കൂടെ ഈ രീതിയിൽ വൗണ്ട് ചെയ്യപ്പെട്ടുകൊണ്ട് കാണുന്ന മറ്റൊരു പ്രോട്ടീൻ ഫിലമെൻ്റാണ് ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിൻ എന്ന് പറയുന്ന ഫിലമെൻറ്റ്. ഇനി മറ്റൊരു പ്രോട്ടീനുണ്ട്, ട്രോപ്പോണിൻ. ട്രോപ്പോണിൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓൺ ദ ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിൻ ഫിലമെൻറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ, റെഗുലർ ഡിസ്റ്റൻസിൽ കാണുന്ന മറ്റൊരു പ്രോട്ടീനാണ് ട്രോപ്പോണിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടും 3 ടൈപ്പ് പ്രോട്ടീൻസ് ഈ ആക്റ്റിൻ ഫിലമെൻറ്റ്സിൽ തന്നെയുണ്ട്. അത് ഏതൊക്കെയാണ്? ട്രോപ്പോണിൻ എന്നൊരു ഫിലമെൻറ്റ്, അത് ഫിലമെൻ്റ് അല്ല, ഗ്ലോബുലാർ ഷേപ്പിൽ കാണുന്ന പ്രോട്ടീനാണ് ട്രോപ്പോണിൻ. മറ്റൊന്ന് ഫിലമെൻ്റൽ ഷേപ്പിൽ കാണുന്ന ട്രോപ്പോമയോസിനും, അതുപോലെ ഫിലമെൻ്റായിട്ട് കാണുന്ന ഫിലമെൻ്റസ് ആക്റ്റിനും. ഇപ്പോൾ ഫിലമെൻ്റസ് ആക്റ്റിൻ, ട്രോപ്പോമയോസിൻ, ട്രോപ്പോണിൻ, ദീസ് ആർ ദ മേജർ പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ ആക്റ്റിൻ. അപ്പോൾ ആക്റ്റിൻ ഫിലമെൻറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 3 ടൈപ്പ് പ്രോട്ടീൻസ് കൊണ്ടാണ്. എന്തൊക്കെയാണ് ആ പ്രോട്ടീൻസ്? ഒന്ന് എഫ് ആക്റ്റിൻ. എഫ് ആക്റ്റിൻ ഈസ് ഫോംഡ് ബൈ ദ പോളിമറൈസേഷൻ ഓഫ് ജി ആക്റ്റിൻ. മറ്റൊന്ന് ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിൻ ഈസ് അനദർ പ്രോട്ടീൻ വിച്ച് ഈസ് സീൻ ക്ലോസ് ടു ദ എഫ് ആക്റ്റിൻ. ആൻഡ് അനദർ പ്രോട്ടീൻ ദാറ്റ് ഈസ് ട്രോപ്പോണിൻ. ഇറ്റ് ഈസ് ഫൗണ്ട് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓൺ ട്രോപ്പോമയോസിൻ. ഇത്രയുമാണ് നമ്മൾ ആക്റ്റിൻ ഫിലമെൻറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി മയോസിൻ ഫിലമെൻറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് വരാം. ഈ പിക്ചറിൽ കാണുന്നതാണ് മയോസിൻ ഫിലമെൻറ്റിൻ്റെ സ്ട്രക്ചർ. മയോസിൻ ഫിലമെൻ്റ് എന്ന് പറയുന്നത് മയോഫൈബ്രിൽസിൽ നമ്മുടെ എ ബാൻഡിൽ കാണുന്ന ഫിലമെൻ്റാണ്. ആക്റ്റിൻ ഫിലമെൻറ്റ് കാണുന്നത് ഐ ബാൻഡിലാണ്. എ ബാൻഡിൽ കാണുന്ന പ്രധാനപ്പെട്ട ഫിലമെൻ്റാണ് മയോസിൻ ഫിലമെൻറ്റ്. മയോസിൻ ഫിലമെൻറ്റ് തിക്ക് ഫിലമെൻ്റാണ്. എ ബാൻഡ് ഡാർക്ക് ബാൻഡാണ്. ഡാർക്കായിട്ടിരിക്കാൻ കാരണമെന്ന് പറയുന്നത് ഈ തിക്കായിട്ടുള്ള മയോസിൻ ഫിലമെൻറ്റിൻ്റെ പ്രസൻസ് ആണ്. ഈച്ച് മയോസിൻ ഫിലമെൻറ്റ് ഈസ് ആൾസോ എ പോളിമറൈസ്ഡ് പ്രോട്ടീൻ. അപ്പോൾ ഇതും ഒരു പ്രോട്ടീൻ പോളിമറാണ്. മയോസിൻ ഫിലമെൻറ്റ് പോളിമറൈസ് ചെയ്ത പ്രോട്ടീനാണ് കാണുന്നത്. മെനി മോണോമറിക് പ്രോട്ടീൻസ് കാൾഡ് മീറോമയോസിൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺ തിക്ക് ഫിലമെൻറ്റ്. ഇപ്പോൾ ഒരു ഫിലമെൻറ്റ് ഫോം ചെയ്തിരിക്കുന്നത് മീറോമയോസിനാണ് അതിൻ്റെ മോണോമർ. നേരത്തെ ആക്റ്റിൻ ഫിലമെൻറ്റിൽ ജി ആക്റ്റിൻ, എഫ് ആക്റ്റിൻ പറഞ്ഞപ്പോൾ എഫ് ആക്റ്റിൻ്റെ മോണോമറാണ് ജി ആക്റ്റിൻ.
അപ്പോൾ അതുപോലെ ഇവിടെ മയോസിൻ ഫിലമെൻറ്റിൻ്റെ മോണോമറാണ് മീറോമയോസിൻ. Many monomeric proteins called meromyosins constitute one thick filament. ഒരു thick ഫിലമെൻറ്റും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് മീറോമയോസിൻ. ഇനി ഓരോ മീറോമയോസിനും ഹാസ് ടു ഇമ്പോർട്ടൻറ്റ് പാർട്സ്. എ ഗ്ലോബുലാർ ഹെഡ് വിത്ത് എ ഷോർട്ട് ആം കാൾഡ് ഹെവി മീറോമയോസിൻ. അപ്പോൾ ഇവിടെ ഇത്രയും പോർഷൻ, ഒരു ഗ്ലോബുലാർ ഹെഡുണ്ട്, അതുപോലെ ഒരു ഷോർട്ട് ആമും ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തിനെ വിളിക്കുന്ന പേര് ഹെവി മീറോമയോസിൻ, ഷോർട്ട് ഫോമിൽ HMM എന്ന് വിളിക്കുന്നു. ആൻഡ് എ ടെയിൽ കാൾഡ് ലൈറ്റ് മീറോമയോസിൻ. ടെയിൽ പോർഷനെ വിളിക്കുന്ന പേര് ലൈറ്റ് മീറോമയോസിൻ എന്ന് വിളിക്കുന്നു. ഓരോ മയോസിൻ ഫിലമെൻറ്റും ഇറ്റ് ഈസ് എ മോണോമർ ഓഫ് മീറോമയോസിൻ. Meromyosin, each meromyosin is formed by HMM, heavy meromyosin, and light meromyosin. A head portion. അതുപോലെ തന്നെ ഒരു ചെറിയ ആം, ഷോർട്ട് ആം. ഇത്രയും ഫോം ചെയ്തിരിക്കുന്നത് ഹെവി മീറോമയോസിൻ കൊണ്ടാണ്. ഈ ടെയിൽ പോർഷൻ ഫോം ചെയ്തിരിക്കുന്നത് ലൈറ്റ് മീറോമയോസിൻ കൊണ്ടാണ്. The HMM component, that is a heavy meromyosin component. The head and short arm project outward at a regular distance from the surface of myosin filament and is known as cross arm. ഇവിടെ നമുക്ക് കാണാം, അപ്പോൾ ഇതാണ് മയോസിൻ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. മയോസിൻ ഫിലമെൻറ്റിൻ്റെ ഹെഡും അതിൻ്റെ ഷോർട്ട് ആമും റെഗുലർ ഡിസ്റ്റൻസിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് മയോസിൻ ഫിലമെൻറ്റിൽ കാണാൻ സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ആം. അപ്പോൾ മസിൽ കോൺട്രാക്ഷന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ക്രോസ് ആം ഫോർമേഷൻ ഇതാണ് ഈ പിക്ചറിൽ നമ്മളിവിടെ കാണുന്നത്. ഇത് HMM കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് ദ ഹെഡ് ആൻഡ് ഷോർട്ട് ആം. ഹെഡും ഷോർട്ട് ആമും പ്രൊജക്റ്റ് ഔട്ട്വേർഡ്, ഇങ്ങനെ വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണും. അറ്റ് റെഗുലർ ഡിസ്റ്റൻസ്, ഇത് പ്രത്യേക ഡിസ്റ്റൻസിൽ, ഫ്രം ദ സർഫസ് ഓഫ് മയോസിൻ ഫിലമെൻറ്റ്, മയോസിൻ ഫിലമെൻറ്റിൻ്റെ സർഫസിൽ നിന്നും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ക്രോസ് ആം. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ആം. ദ ഗ്ലോബുലാർ ഹെഡ് ഈസ് ആൻ ആക്റ്റീവ് ATPase എൻസൈം. ഈ ഒരു ഹെഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് ATPase എൻസൈം. ATPase എൻസൈം എന്ന് പറയുന്നത് ATP മോളിക്യൂൾ അറിയാം, എനർജി കറൻസിയാണ്. എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മോളിക്യൂളാണ് ATP. ATP മോളിക്യൂളിനെ ADP ആക്കി മാറ്റുന്നത്. ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അതിനെ ADP, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നത്. അതായത് അതിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂള് റിലീസ് ചെയ്യപ്പെട്ട് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ATP എന്ന് പറയുന്നത് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മോളിക്യൂളാണ്. ആ മോളിക്യൂളിൽ നിന്നും എനർജിയെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് ATPase എൻസൈം. ആ ATPase എൻസൈം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷനാണ് ഗ്ലോബുലാർ ഹെഡ്. The globular head is an active ATPase enzyme and has binding sites for ATP. ATP വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലം കൂടെയാണ് ഇവിടെ. ആൻഡ് ആക്റ്റീവ് സൈറ്റ്സ് ഫോർ ആക്റ്റിൻ. ആക്റ്റിൻ ഫിലമെൻറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന മറ്റൊരു ആക്റ്റീവ് സൈറ്റ്സും ഈ ഹെഡ് റീജിയനിലാണുള്ളത്. The globular head is an active ATPase enzyme and has binding sites for ATP and active sites for actin. മയോസിൻ ഫിലമെൻറ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കുക, ഇത് മീറോമയോസിൻ ആണ് ഇതിൻ്റെ മോണോമറിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓരോ മീറോമയോസിനും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് HMM, ഹെവി മീറോമയോസിനും ലൈറ്റ് LMM, ലൈറ്റ് മീറോമയോസിനും ചേർന്നാണ്. ഹെവി മീറോമയോസിൻസിലാണ് ഹെഡ് റീജിയണും ക്രോസ് ആം റീജിയണും വരുന്നത്. ലൈറ്റ് മീറോമയോസിൻ LMM റീജിയനിലാണ് അതിൻ്റെ ടെയിൽ പോർഷൻ വരുന്നത്. മയോസിൻ ഫിലമെൻറ്റിൽ നിന്നും ഈ ക്രോസ് ആമും ഹെഡ് റീജിയണും പ്രൊജക്റ്റ് ചെയ്ത് കാണും. ഇത്രയാണ് നമുക്ക് മയോസിൻ ഫിലമെൻറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. നൗ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ. മസിൽസ് എങ്ങനെയാണ് കോൺട്രാക്റ്റ് ചെയ്യുന്നത്, അതിനെ സംബന്ധിച്ച് ഉള്ള പ്രധാനപ്പെട്ട തിയറിയാണ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. മസിൽ കോൺട്രാക്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് മസിൽ ഫൈബേഴ്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി.
ആക്റ്റിൻ മയോഫൈബ്രിൽസും അതുപോലെ തന്നെ മയോസിനും. അപ്പോൾ ഈ ഫൈബേഴ്സിൻ്റെ സ്ലൈഡിംഗ് വഴിയാണ് മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്ലൈഡിംഗ് ഫിലമെൻ്റ് തിയറി. Mechanism of muscle contraction is best explained by the sliding filament theory. Muscle contraction എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട തിയറിയാണ് സ്ലൈഡിംഗ് ഫിലമെൻ്റ് തിയറി. നമുക്കറിയാം 2 ഫിലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആക്റ്റിൻ ഫിലമെൻറ്റ്സും ഉണ്ട്. തിൻ ഫിലമെൻറ്റ്സ് ആണ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ്, തിക്ക് ഫിലമെൻറ്റ്സ് ആണ് മയോസിൻ ഫിലമെൻറ്റ്സ്. അപ്പോൾ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ മയോസിൻ ഫിലമെൻറ്റ്സും ആക്റ്റിൻ ഫിലമെൻറ്റ്സും സ്ലൈഡ് ചെയ്യും. ഒന്നിൻ്റെ പുറത്തുകൂടെ മറ്റൊന്ന് സ്ലൈഡ് ചെയ്യും. അതായത് മയോസിൻ ഫിലമെൻറ്റിൻ്റെ പുറത്തുകൂടെ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നീങ്ങുന്നു. ആ നീങ്ങിയാണ് മസിലിൻ്റെ നീളം കുറയുന്നത്, മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നത് എന്ന തിയറിയാണ് സ്ലൈഡിംഗ് ഫിലമെൻ്റ് തിയറി. This theory states that the contraction of muscle fiber takes place by the sliding of the thin filaments over the thick filaments. അപ്പോൾ തിക്ക് ഫിലമെൻറ്റ്സ് അറിയാം, മയോസിൻ ഫിലമെൻറ്റ്സ് ആണ് തിക്ക് ഫിലമെൻറ്റ്സ്. ഈ തിക്ക് ഫിലമെൻറ്റ്സിൻ്റെ പുറത്തുകൂടെ ആക്റ്റിൻ ഫിലമെൻറ്റ്സ്, തിൻ ഫിലമെൻറ്റ്സ് സ്ലൈഡ് ചെയ്ത് വരുന്നു. പിക്ചറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് മയോസിൻ ഫിലമെൻ്റ് ആണ്. മയോസിൻ ഫിലമെൻറ്റിൻ്റെ പുറത്താണ് ഇവിടെ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് നമുക്ക് കാണാം. ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഇരിക്കുന്ന ആദ്യത്തെ പൊസിഷൻ നോക്കുക, രണ്ടാമത്തെ പൊസിഷൻ നോക്കുക. അപ്പോൾ ഇവിടെ ഇത് സ്ലൈഡ് ചെയ്ത് അകത്തേക്ക് കയറി വന്നിരിക്കുന്ന രീതിയിലാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രതിഭാസം, ഈ ഒരു സംഭവം നടക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷനിൽ മനസ്സിലാക്കേണ്ടത്. മസിൽ കോൺട്രാക്ഷൻ ഈസ് ഇനിഷ്യേറ്റഡ് ബൈ എ സിഗ്നൽ സെൻറ്റ് ബൈ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം CNS വയ എ മോട്ടോർ ന്യൂറോൺ. നമുക്കറിയാം, നമ്മുടെ വോളണ്ടറി മസിൽസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ സ്വയം കൈ ഉയർത്തണമെങ്കിലോ ഓടണമെങ്കിലോ ചാടണമെങ്കിലോ ഒക്കെ നമ്മുടെ മനസ്സിനകത്തൊരു ചിന്ത ഉണ്ടാകണം. ഓടാൻ പോവുകയാണ്, ഇങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ നിന്നും സിഗ്നൽ മോട്ടോർ ന്യൂറോൺ വഴി മസിൽസിലേക്ക് സിഗ്നൽസ് കൊടുക്കുന്ന ന്യൂറോൺസിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ ന്യൂറോൺ. അപ്പോൾ മോട്ടോർ ന്യൂറോൺ വഴി ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ മസിൽസിലേക്ക് എത്തും. Muscle contraction is initiated by a signal sent by the central nervous system via a motor neuron. ഒരു മോട്ടോർ ന്യൂറോൺ വഴി സിഗ്നൽ ഇവിടെ എത്തുന്നു. A motor neuron along with the muscle fiber connected to it constitute a motor unit. ഈ കാണുന്നതാണ് മോട്ടോർ ന്യൂറോണ്. എലോങ് വിത്ത് മസിൽ ഫൈബർ, മസിൽ ഫൈബറിനെയും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് പറയാവുന്ന ഒരു ടേമാണ് മോട്ടോർ യൂണിറ്റ്. ദ ജംഗ്ഷൻ ബിറ്റ്വീൻ എ മോട്ടോർ ന്യൂറോൺ ആൻഡ് ദ സാർക്കോലെമ്മ ഓഫ് ദ മസിൽ ഫൈബർ. മസിൽ ഫൈബറിൻ്റെ പ്ലാസ്മ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് സാർക്കോലെമ്മ. ദ ജംഗ്ഷൻ ബിറ്റ്വീൻ എ മോട്ടോർ ന്യൂറോൺ ഇവിടെ കാണാം. And sarcolemma of the muscle fiber is called neuromuscular junction. അപ്പോൾ ഈ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ അഥവാ മോട്ടോർ എൻഡ് പ്ലേറ്റ്. ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ ഓർ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ജംഗ്ഷൻ ബിറ്റ്വീൻ മോട്ടോർ ന്യൂറോൺ ആൻഡ് ദ സാർക്കോലെമ്മ ഓഫ് ദ മസിൽ ഫൈബർ. മോട്ടോർ ന്യൂറോണും മസിൽ ഫൈബറിൻ്റെ സാർക്കോലെമ്മയും തങ്ങളിൽ ചേരുന്ന സ്ഥലം, അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ ഓർ അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് മോട്ടോർ എൻഡ് പ്ലേറ്റ്. എ ന്യൂറൽ സിഗ്നൽ റീച്ചിങ് ദിസ് ജംഗ്ഷൻ റിലീസസ് എ ന്യൂറോട്രാൻസ്മിറ്റർ കാൾഡ് അസറ്റൈൽ കൊളൈൻ which generates an action potential in the sarcolemma. ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ എന്ന് പറയുന്നത് മനസ്സിലാക്കി, ന്യൂറോണും മസിലുമായിട്ട് ചേരുന്ന സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്ത് ഒരു സിഗ്നൽ എത്തുമ്പോൾ, മോട്ടോർ ന്യൂറോൺ വഴി ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഈ ജംഗ്ഷനിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക? റിലീസസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. ആ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പേരാണ് അസറ്റൈൽ കൊളൈൻ. അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ റിലീസ് ചെയ്യപ്പെടും. വിച്ച് ജനറേറ്റ്സ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ സാർക്കോലെമ്മ. അപ്പോൾ ഈ ഒരു
അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ മസിൽ ഫൈബറിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും, ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. A neural signal reaching this junction releases a neurotransmitter acetylcholine which generates an action potential in the sarcolemma. This spreads through the muscle fiber and causes the release of calcium ions into the sarcoplasm. ഇത് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് സ്പ്രെഡ്സ് ത്രൂ ദ മസിൽ ഫൈബർ, ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ മസിൽ ഫൈബറിൽ മൊത്തം അങ്ങ് വ്യാപിക്കുകയും releases the calcium ions from the into the sarcoplasm. ഇപ്പോൾ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ധാരാളം കാൽഷ്യം അയോൺസ് ഉണ്ട്. അപ്പോൾ മസിൽ ഫൈബറിൽ കാണുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ വിളിക്കുന്ന പേരാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ്. അപ്പോൾ കാൽഷ്യം അയോൺസിനെ റിലീസ് ചെയ്യും. ഓർക്കുക, ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ഒരു നെർവ് ഇമ്പൾസ് എത്തുന്നു. നെർവ് ഇമ്പൾസ് എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം സ്രവിപ്പിക്കപ്പെടുന്നു. അത് ഒരു നെർവ് ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഈ സാർക്കോലെമ്മയിൽ മൊത്തം ജനറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യുന്നു. ഇൻക്രീസ് ഇൻ കാൽഷ്യം അയോൺസ് level leads to the binding of calcium with a subunit of troponin. നേരത്തെ മനസ്സിലാക്കി, ആക്റ്റിൻ ഫിലമെൻസിൽ അറ്റ് റെഗുലർ ഇൻ്റർവെൽസിൽ ട്രോപ്പോമയോസിനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ട്രോപ്പോണിൻ എന്ന് പറയുന്ന മറ്റൊരു പ്രോട്ടീനുണ്ട്. അപ്പോൾ കാൽഷ്യം അയോൺസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന കാൽഷ്യം അയോൺസ് എവിടെ പോയി ബൈൻഡ് ചെയ്യുന്നു? ഈ ട്രോപ്പോണിൻ സബ് യൂണിറ്റിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. thereby remove the masking of active sites for myosin. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഈ ട്രോപ്പോണിൻ സബ് യൂണിറ്റിൽ കാൽഷ്യം അയോൺസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ആക്റ്റിൻ ഫിലമെൻ്റ് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള ആക്റ്റീവ് സൈറ്റ്സ്, നേരത്തെ ഇത് കവർ ചെയ്തിരിക്കുന്ന ആക്റ്റീവ് സൈറ്റ്സ് ഇപ്പോൾ അൺമാസ്ക് ചെയ്യും. റിമൂവ് ദ മാസ്കിംഗ് ഓഫ് ആക്റ്റീവ് സൈറ്റ്സ്. നമുക്ക് അടുത്ത പിക്ചറിൽ നമുക്കത് കാണാം. ഇവിടെ utilizing the energy from ATP hydrolysis, the myosin head now binds to the exposed active sites on the actin to form cross bridge. അപ്പോൾ കാൽഷ്യം അയോൺസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. കാൽഷ്യം അയോൺസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ആക്റ്റീവ് സൈറ്റ് എക്സ്പോസ്ഡ് ആവുമെന്ന് പറഞ്ഞു. ആക്റ്റീവ് സൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് കാണുന്ന സൈറ്റ് എന്ന് വിചാരിക്കുക, ആക്റ്റീവ് സൈറ്റ്സ്. യൂട്ടിലൈസിങ് ദ എനർജി ഫ്രം ATP ഹൈഡ്രോളിസിസ്. അപ്പോൾ മയോസിൻ ഹെഡിൽ ATP ഉണ്ട്, ATPase എൻസൈംസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ATPase എൻസൈംസ് ATP എന്താക്കി മാറ്റും? ADPയും ഫോസ്ഫറസും ആക്കി മാറ്റും, ഇനോർഗാനിക് ഫോസ്ഫേറ്റും ആക്കി മാറ്റും. ഇനോർഗാനിക് ഫോസ്ഫേറ്റും ആക്കി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? The myosin head now binds to the exposed active sites. അപ്പോൾ ഇവിടെ ആക്റ്റീവ് സൈറ്റ് എക്സ്പോസ്ഡ് ആകുമെന്ന് പറഞ്ഞു. ആ എക്സ്പോസ്ഡ് ആകുന്ന ആക്റ്റീവ് സൈറ്റിലേക്ക് ആര് വന്ന് ബൈൻഡ് ചെയ്യും? മയോസിൻ ഹെഡ് വന്ന് ബൈൻഡ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ബ്രിഡ്ജ്. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. ആക്റ്റിൻ ഫിലമെൻറ്റിനകത്തേക്ക് മയോസിൻ ഫിലമെൻറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓർക്കുക, ട്രോപ്പോണിൻ സബ് യൂണിറ്റിൽ കാൽഷ്യം അയോൺസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ആക്റ്റീവ് സൈറ്റ് എക്സ്പോസ്ഡ് ആവും. ഈ എക്സ്പോസ്ഡ് ആകുന്ന ആക്റ്റീവ് സൈറ്റിലേക്ക് മയോസിൻ ഹെഡ് വന്ന് ബൈൻഡ് ചെയ്യും. ദിസ് പുൾസ് ദ അറ്റാച്ച്ഡ് ആക്റ്റിൻ ഫിലമെൻറ്റ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് എ ബാൻഡ്. ഇപ്പോൾ മയോസിൻ ഹെഡ് ഇവിടെ ബൈൻഡ് ചെയ്യുമ്പോൾ ഈ മയോസിൻ ഹെഡ് ആക്റ്റിൻ ഫിലമെൻറ്റിനെ ഇങ്ങനെ അകത്തേക്ക് സ്ലൈഡ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ നോക്കുക മനസ്സിലാകും. ഇപ്പോൾ ഈ കാണുന്നതാണ് ആക്റ്റിൻ ഫിലമെൻറ്റ്, ഈ കാണുന്നതാണ് മയോസിൻ ഫിലമെൻറ്റ്. ഈ മയോസിൻ ഫിലമെൻറ്റിലാണ് ഈ മേളിലേക്ക് കാണിച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ലൈൻസാണ് മയോസിൻ്റെ ഹെഡ്. അപ്പോൾ മയോസിൻ ഹെഡ് ആക്റ്റിൻ ഫിലമെൻറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും, ആക്റ്റീവ് സൈറ്റ്സിൽ ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ ഈ മയോസിൻ ഹെഡ് ആക്റ്റിൻ ഫിലമെൻറ്റിനെ ഈ രീതിയിൽ അകത്തേക്ക് പിടിച്ച് സ്ലൈഡ് ചെയ്യിപ്പിക്കും.
രണ്ട് വശത്തു നിന്നും ഇങ്ങനെ മയോസിൻ ഹെഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യിപ്പിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ആക്റ്റിൻ ഫിലമെൻ്റ് അകത്തേക്ക് ഇങ്ങ് കയറും. പിക്ചറിൽ കണ്ടോ, ഈ ആക്റ്റിൻ ഫിലമെൻ്റ് അകത്തേക്ക് ഇങ്ങ് കയറുന്നു. നേരത്തെ ഈ കാണുന്നതായിരുന്നു എച്ച് സോണ്, ഇത് എം ലൈനാണ്. ഈ എച്ച് സോണിനകത്തേക്ക് ആക്റ്റിൻ ഫിലമെൻസിനെ മയോസിൻ ഫിലമെൻസ് വലിച്ചടിപ്പിക്കുന്നു എന്ന് പറയാം. ദിസ് പുൾസ് ദ അറ്റാച്ച്ഡ് ആക്റ്റിൻ ഫിലമെൻസ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് എ ബാൻഡ്. എ ബാൻഡിൻ്റെ നടുവിലേക്ക് ആക്റ്റിൻ ഫിലമെൻസിനെ സ്ലൈഡ് ചെയ്യിപ്പിക്കുന്നു, വലിച്ചടിപ്പിക്കുന്നു എന്ന് പറയാം. The Z line attached to these actins are also pulled inwards, thereby causing a shortening of the sarcomere, that is contraction. അപ്പോൾ Z ലൈൻ കാണാൻ നമുക്ക് ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ നടുവിലുള്ള ലൈനിനെയാണ് Z ലൈൻ എന്ന് വിളിക്കുന്നത്. Z ലൈൻ അറ്റാച്ച്ഡ് ടു ദീസ് ആക്റ്റിൻസ് ആർ ആൾസോ പുൾഡ് ഇൻവേർഡ്സ്. അപ്പോൾ ഈ ആക്റ്റിൻ ഫിലമെൻസിനെ അകത്തേക്ക് വലിച്ചടിപ്പിക്കുമ്പോൾ ഈ Z ലൈനും അകത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു. thereby causing the shortening of the sarcomere. അപ്പോൾ അടുത്തടുത്തുള്ള രണ്ട് Z ലൈനിനിടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സാർക്കോമിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സാർക്കോമിയറിൻ്റെ നീളം കുറയുന്നു, ഷോർട്ടനിങ് നടക്കുന്നു. അതായത് മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നു, മസിൽ ചുരുങ്ങുന്നു. The myosin releasing the ADP and inorganic phosphate goes back to its released state. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് കഴിഞ്ഞാൽ, ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ കഴിഞ്ഞാൽ അടുത്തെന്ത് ചെയ്യുന്നു, ATP എന്തായിട്ട് മാറുന്നു, ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് മാറിക്കഴിയുമ്പോൾ മയോസിൻ വീണ്ടും എന്ത് ചെയ്യുന്നു, റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പോൾ നേരത്തെ ഫോം ചെയ്തിരുന്ന ഈ ക്രോസ് ബ്രിഡ്ജ് അത് അവിടെ നിന്ന് മാറുന്നു. എ ന്യൂ ATP ബൈൻഡ്സ് ആൻഡ് ദ ക്രോസ് ബ്രിഡ്ജ് ഈസ് ബ്രോക്കൺ. അപ്പോൾ വീണ്ടും പുതിയൊരു ATP ഒന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ക്രോസ് ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നു, നേരത്തെ ഫോം ചെയ്തിരുന്ന ക്രോസ് ബ്രിഡ്ജ് ബ്രോക്കൺ ആകുന്നു. The ATP is again hydrolyzed by the myosin head and the cycle of cross bridge formation and breakage is repeated, causing further sliding. അപ്പോൾ വീണ്ടും അടുത്തൊരു ATP ഒന്ന് ബൈൻഡ് ചെയ്യുന്നു, ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ മാറുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, ATP ADPയും ഫോസ്ഫേറ്റുമായിട്ട് മാറുന്നു, എനർജി വെച്ചിട്ട് വീണ്ടും ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. മസിൽ ആൾട്ടർനേറ്റ് ആയിട്ട് കോൺട്രാക്റ്റ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. The process continues till the Ca2+ ions are pumped back to the sarcoplasmic cistern, resulting in the masking of actin filaments. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഏതുവരെ കണ്ടിന്യൂ ചെയ്യുന്നു, കാൽഷ്യം അയോൺസ് Ca2+ അയോൺസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട Ca2+ അയോൺസ് തിരിച്ചു വീണ്ടും സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് എത്തിച്ചേരുന്നതുവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. This causes the return of Z line back to their original position, that is relaxation. അതിനെയാണ് എന്ത് പേരിൽ വിളിക്കുക, റിലാക്സേഷൻ എന്ന് വിളിക്കുക. The reaction time of the fibers can vary in different muscles. അപ്പോൾ ഈ ഒരു സമയം കോൺട്രാക്ഷൻ്റെയും റിലാക്സേഷൻ്റെയും ഇടയിലുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത് ഓരോ മസിൽസിലും വ്യത്യാസമാണ്. കാർഡിയാക് മസിൽസിലും അതുപോലെ തന്നെ സ്കെലറ്റൽ മസിൽസിലും സ്മൂത്ത് മസിൽസിലും ഒക്കെ ആ ഒരു റിയാക്ഷൻ ടൈം വ്യത്യാസമായിരിക്കും. ഈ ഒരു പ്രോസസ്സ് നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. എങ്ങനെയാണ് സ്ലൈഡിംഗ് ഫിലമെൻ്റ് തിയറി അല്ലെങ്കിൽ മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റെപ്സ്. എ നെർവ് ഇമ്പൾസ് റീച്ചസ് ദ ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ. ന്യൂറോമസ്കുലാർ ജംഗ്ഷനിൽ ഒരു നെർവ് ഇമ്പൾസ് എത്തിച്ചേരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ന്യൂറോ ട്രാൻസ്മിറ്റർ ഓർ അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുന്നു. അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റഡ് ഇൻ ദ സാർക്കോലെമ്മ. ആ മസിൽ ഫൈബറിൽ മൊത്തം ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. കാൽഷ്യം അയോൺസ് റിലീസ്ഡ് ഇൻ സാർക്കോലെമ്മ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യപ്പെടുന്നു. കാൽഷ്യം അയോൺസ് ബൈൻഡ്സ് വിത്ത് ദ ട്രോപ്പോണിൻ സബ് യൂണിറ്റ് ഓഫ് ആക്റ്റിൻ ഫിലമെൻറ്റ്. ഈ റിലീസ് ചെയ്യപ്പെടുന്ന കാൽഷ്യം അയോൺസ് ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ ട്രോപ്പോണിൻ സബ് യൂണിറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ആക്റ്റീവ് സൈറ്റ്സ് എക്സ്പോസ്ഡ് ആകുന്നു. ആ ബൈൻഡിങ്ങിൻ്റെ ഫലമായിട്ട് ഈ ഭാഗത്ത് കാണുന്ന ആക്റ്റീവ് സൈറ്റ് എക്സ്പോസ് ചെയ്യുന്നു.
ആ ആക്റ്റീവ് സൈറ്റിലേക്ക് മയോസിൻ ഹെഡ് ബൈൻഡ് ചെയ്യുന്നു. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കുന്നു. ക്രോസ് ബ്രിഡ്ജ് പുൾസ് ദ ആക്റ്റിൻ ഫിലമെന്റ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് എ ബാൻഡ്. ഇവിടെ ഈ പിക്ചർ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ഇത് എ ബാൻഡ് ആണ്, ഇത് ഈ ഐ ബാൻഡ് ആണ്, ഇത് എ ബാൻഡ് ആണ്. അപ്പോൾ എ ബാൻഡ് എന്ന് പറയുന്ന ഡാർക്ക് ബാൻഡാണ്. ഡാർക്ക് ബാൻഡിൻ്റെ നടുവിൽ കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞു വരകൾ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഹെഡ്. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷന് സഹായിക്കുന്ന മയോസിൻ ഹെഡുകളാണ് ഈ കാണിച്ചിരിക്കുന്ന ലൈൻ. അപ്പോൾ ഇത് മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് റിലാക്സ്ഡ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ. എച്ച് സോൺ നമുക്കിവിടെ കാണാം, ഇവിടെ ഐ ബാൻഡ് ഇടയിൽ കാണാം. അപ്പോൾ ഇവിടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റിൽ എങ്ങനെയാണിത് കാണുക? എ ബാൻഡിനകത്തേക്ക് ഐ ബാൻഡ് കുറേ പ്രൊജക്റ്റ് ചെയ്താൽ കാണുക. എ ബാൻഡിനകത്തേക്ക് ഐ ബാൻഡ് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാണുക. ആ പ്രൊജക്റ്റ് ചെയ്യാത്ത പോർഷനാണ് എച്ച് സോൺ എന്ന് മനസ്സിലാക്കുക. എ ബാൻഡിനകത്തേക്ക് ഐ ബാൻഡ് പ്രൊജക്റ്റ് ചെയ്യാതെ മയോസിൻ മാത്രം കാണുന്ന ഏരിയ, അതാണ് എച്ച് സോൺ. എ ബാൻഡിൽ ആക്റ്റിനും കാണും, എ ബാൻഡിൽ ആക്റ്റിൻ മാത്രമേ ഐ ബാൻഡിൽ ആക്റ്റിൻ മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ എ ബാൻഡിൽ ആക്റ്റിനും ഉണ്ട്, മയോസിനും ഉണ്ട്. ആക്റ്റിൻ ഇതിനകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണും. ഇനി ഇത് ഈ കാണുന്ന ഫിഗറാണ് റിലാക്സ്ഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഫിഗർ. ഇനി കോൺട്രാക്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നോക്കൂ, ഈ ഐ ബാൻഡ് എ ബാൻഡിനകത്തേക്ക് സ്ലൈഡ് ചെയ്ത് നീങ്ങിയിരിക്കുന്ന പിക്ചറാണ് ഈ കാണുന്നത്. ഇവിടെ എച്ച് സോണിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് ഇതാ ഇവിടെ കുറഞ്ഞു. എച്ച് സോണിൻ്റെ ഇവിടെ ഇത്രയും ദൂരം ഉണ്ടായിരുന്ന എച്ച് സോണ് ഇവിടെ ആ ദൂരം കുറഞ്ഞ് അകത്തേക്ക് കയറി. കോൺട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി മാക്സിമലി കോൺട്രാക്റ്റഡ്, പൂർണ്ണമായിട്ടും കോൺട്രാക്റ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചിരിക്കുക? എച്ച് സോൺ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അപ്രത്യക്ഷമായി. എച്ച് സോണ് കംപ്ലീറ്റ് ആയിട്ട് അപ്രത്യക്ഷമായിട്ട് എ ബാൻഡിൽ വരുന്ന ഐ ബാൻഡ് കംപ്ലീറ്റ് ഇതാ ഇതിനകത്തേക്ക് സ്ലൈഡ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് വന്നു. നോക്കൂ, ഇവിടെ ഈ രീതിയിൽ നിൽക്കുകയാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് ഓവർലാപ്പ് ചെയ്ത് വരികയാണ്. ഐ ബാൻഡ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഇവിടെ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് എച്ച് സോൺ അപ്രത്യക്ഷമാകുന്നു മാക്സിമം കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഇസഡ് ലൈൻ, ഇവിടെ മറ്റൊരു ഇസഡ് ലൈൻ. ഈ ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാർക്കോമിയർ. അപ്പോൾ ഇവിടെ ഇതൊരു സാർക്കോമിയർ, ഇത് മറ്റൊരു സാർക്കോമിയർ. അപ്പോൾ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും ലെങ്ത് ഉണ്ടായിരുന്ന മസിൽ കോൺട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ലെങ്തിലേക്ക് ചുരുങ്ങി. അതായത് മസിൽ കോൺട്രാക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഷോർട്ടനിങ് ഓഫ് സാർക്കോമിയർ ടേക്സ് പ്ലേസ്. ഇപ്പം മസിൽ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ ഈ മയോസിൻ ഫിലമെൻ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കുകയും ആക്റ്റിൻ ഫിലമെൻ്റാണ് മൂവ് ചെയ്യുന്നത്. മയോസിൻ ഫിലമെൻ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കും. ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ മയോസിൻ ഹെഡ് രണ്ട് വശത്തു നിന്നും ഈ ആക്റ്റിൻ ഫിലമെൻറ്റിനെ എച്ച് സോണിനകത്തേക്ക് വലിച്ചടിപ്പിക്കുക ചെയ്യുക. മയോസിൻ ഫിലമെൻറ്റ് സ്റ്റഡി ആയിട്ട് നിന്നിട്ട് മയോസിൻ ഹെഡ് ആക്റ്റിൻ ഫിലമെൻറ്റിനെ എച്ച് സോണിനകത്തേക്ക് വലിച്ചടിപ്പിക്കുന്നു. ഇത് പരസ്പരം ഇവിടെ ഓവർലാപ്പ് ചെയ്ത് ഇവിടെ എത്തുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇതെന്ത് ചെയ്തു? മസിൽ പൂർണ്ണമായിട്ടും കോൺട്രാക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഫിഗർ നന്നായിട്ട് നോക്കുക. കോൺട്രാക്ഷന് മുമ്പുള്ള ഫിഗർ തന്നിട്ട് എക്സാമിന് ഇത് കോൺട്രാക്ഷന് ശേഷമുള്ള ഫിഗർ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ക്രോസ് ബ്രിഡ്ജ് pulled the actin filament towards the center of a band. Shortening of the sarcomere or muscle contraction occurs. The myosin releasing the ADP and inorganic phosphate goes back to its relaxed state. അപ്പോൾ മയോസിന് ADPയും ഫോസ്ഫേറ്റും റിലീസ് ചെയ്തിട്ട് അത് റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകാം. A new ATP binds and the cross bridge is broken. അപ്പോൾ വീണ്ടും പുതിയൊരു ATP വരുന്നു. ആ ക്രോസ് ബ്രിഡ്ജ്, നേരത്തെ ഫോം ചെയ്തിരുന്ന ക്രോസ് ബ്രിഡ്ജ് ബ്രോക്കൺ ആകുന്നു. The ATP is again hydrolyzed by the myosin head. ATPയെ വീണ്ടും എന്ത് ചെയ്യുന്നു? hydrolyzed by the myosin head, and the cycle of cross bridge formation and breakage is repeated, causing further sliding. അങ്ങനെ
മസിൽസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും ആവർത്തിച്ച് വരുന്നു. During shortening of the muscle, that is contraction, the I band gets reduced, whereas the A band retain length. നേരത്തെ സൂചിപ്പിച്ചു, മസിൽ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ ഐ ബാൻഡിൻ്റെ നീളമാണ് കുറയുന്നത്, ലെങ്ത് ആണ് കുറയുന്നത്. എ ബാൻഡ് റിട്ടൈൻ ഇറ്റ്സ് ലെങ്ത്. എ ബാൻഡിൻ്റെ നീളം അതുപോലെ തന്നെ നിലനിൽക്കുന്നു. റിബ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. റിബ്സ് ആർ ഫോംഡ് ഓഫ് 12 pairs of bones. 12 പെയർ ബോൺസുകൾ ചേർന്നതാണ് റിബ്സ്. ക്ലാസിഫൈഡ് ഇൻറ്റു 3 types. 3 ടൈപ്പിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. തൊറാസിക് വെർട്ടിബ്രേ, റിബ്സ് ആൻഡ് സ്റ്റേണം ടുഗദർ കാൾഡ് റിബ് കേജ്. ഇപ്പോൾ തൊറാസിക് വെർട്ടിബ്രേ, തൊറാക്സിൻ്റെ സൈഡിൽ വരുന്ന തൊറാസിക് വെർട്ടിബ്രേയും റിബ്സും സ്റ്റേണവും ഇത്രയും കൂടെ ചേർന്നിട്ടാണ് നമ്മളതിനെ റിബ് കേജ് അല്ലെങ്കിൽ നെഞ്ചിൻ കൂട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. റിബ്സ് ഫോം ചെയ്തിരിക്കുന്നത് 12 പെയർ ഓഫ് ബോൺസ് ചേർന്നാണ്. അതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ട്രൂ റിബ്സ്, ഫാൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ റിബ്സും അതുപോലെ തന്നെ സ്റ്റേണം എന്ന് പറയുന്ന ഈ ബോണും അതുപോലെ തൊറാസിക് റീജിയനിലുള്ള വെർട്ടിബ്രയും കൂടെ ചേർന്നിട്ട് മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് റിബ് കേജ്. ട്രൂ റിബ്സ് ഫസ്റ്റ് 7 pairs ഓഫ് റിബ്സ് ആണ് ട്രൂ റിബ്സ് എന്ന് വിളിക്കുന്നത്. 8 to 10 pairs ഓഫ് റിബ്സ് ആണ് ഫാൾസ് റിബ്സ് അല്ലെങ്കിൽ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് വിളിക്കുക. 11-12 pairs ഓഫ് റിബ്സിനെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്നാണ് വിളിക്കുക. നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. There are 12 pairs of ribs. Each rib is a thin flat bone connected dorsally to the vertebral column. ഡോർസൽ സൈഡ്, നമ്മുടെ മുതുകിൻ്റെ സൈഡ്, ആ സൈഡിൽ വെർട്ടിബ്രൽ കോളവുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. വെൻട്രലി ടു ദ സ്റ്റേണം, നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് ഇത് സ്റ്റേണം ബോണുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. It has 2 articulation surface on its dorsal end. ഇപ്പോൾ ഓരോ റിബ് ബോണിനും അതിൻ്റെ ഡോർസൽ സൈഡിൽ മുതുകിൻ്റെ ഭാഗത്ത് ഇറ്റ് ഹാസ് 2 articulation surfaces. 2 സർഫസസ് ഉണ്ട്. 2 articulation surfaces ഉണ്ട്. ഇവിടെ ഈ പിക്ചറിൽ നമുക്ക് കാണാം. ഇത് ഒരു ആർട്ടിക്കുലേഷൻ സർഫസ് ആണ്, ഇത് മറ്റൊരു ആർട്ടിക്കുലേഷൻ സർഫസ് ആണ്. ഈ 2 ഭാഗവും നമ്മുടെ വെർട്ടിബ്രയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഭാഗമാണ്. അതുമായിട്ട് ചേർന്ന് മൂവ് ചെയ്യുന്ന ഭാഗമാണ്, അനങ്ങുന്ന ഭാഗമാണ്. അപ്പോൾ ഈ രീതിയിൽ 2 ആർട്ടിക്കുലേഷൻ സർഫസ് ഉള്ളതുകൊണ്ട് നമ്മുടെ റിബ്സ് ബൈസിഫാലിക് എന്നൊരു ടേം ഉപയോഗിക്കാറുണ്ട്. ബൈസിഫാലിക്. Human ribs has 2 articulation surfaces on its dorsal end and is hence called bicephalic. അതുകൊണ്ട് നമ്മളതിനെ ബൈസിഫാലിക് എന്നൊരു ടേം കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. ഫസ്റ്റ് 7 pairs ഓഫ് റിബ്സ് ആർ കാൾഡ് ട്രൂ റിബ്സ്. ആദ്യത്തെ 7 പെയർ റിബ്സ് അതിനെ ട്രൂ റിബ്സ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഡോർസലി ദേ ആർ അറ്റാച്ച്ഡ് ടു ദ തൊറാസിക് വെർട്ടിബ്രേ ആൻഡ് വെൻട്രലി കണക്റ്റഡ് ടു ദ സ്റ്റേണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹയാലിൻ കാർട്ടിലേജ്. അപ്പം ഇവിടെ ഈ റിബ്സിനെ ഇവിടെ സ്റ്റേണവുമായിട്ട് കണക്ട് ചെയ്യുന്നത് കാർട്ടിലേജ് കൊണ്ടാണ്. ആ കാർട്ടിലേജിനെ വിളിക്കുന്ന പേരാണ് ഹയാലിൻ കാർട്ടിലേജ്. ഹയാലിൻ കാർട്ടിലേജ് കൊണ്ട് ആണ് റിബ്സിനെ സ്റ്റേണവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. The 8th, 9th and 10th pairs of ribs do not articulate directly with the sternum, but join the 7th rib with the help of hyaline cartilage. എട്ടാമത്തെ ഫസ്റ്റ് 7 പെയേഴ്സും ഡയറക്റ്റ് ആയിട്ട് സ്റ്റേണവുമായിട്ട് ഹയാലിൻ കാർട്ടിലേജ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് 7 പെയേഴ്സിനെ നമ്മൾ ട്രൂ റിബ്സ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ 8ാമത്തെയും 9ാമത്തെയും 10ാമത്തെയും റിബ്സുകൾ ഡു നോട്ട് ആർട്ടിക്കുലേറ്റ് ഡയറക്റ്റ്ലി വിത്ത് ദ സ്റ്റേണം. അപ്പോൾ ഈ റിബ്സുകൾ ഡയറക്റ്റായിട്ട് സ്റ്റേണവുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് എന്താ ചെയ്യുക? ജോയിൻ വിത്ത് ദ 7th റിബ്, 7ാമത്തെ റിബ്സുമായിട്ടാണ്. 7ാമത്തെ റിബ്സ് 8, 9, 10
ഇത് മൂന്നും ഏഴാമത്തെ റിബ്സുമായിട്ട് ചേർന്നാണ് ഹയാലിൻ കാർട്ടിലേജ് കണക്ഷൻ വഴി സ്റ്റേണവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് 8ഉം 9ഉം 10ഉം റിബ്സുകൾ സ്റ്റേണവുമായിട്ട് കണക്ഷൻ ഇല്ല. അത് ഏഴാമത്തെ റിബ്സുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ റിബ്സുകളെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുക? വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് അഥവാ ഫാൾസ് റിബ്സ് എന്ന് വിളിക്കുക. ദീസ് ആർ കാൾഡ് വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ്. വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് അഥവാ ഫാൾസ് റിബ്സ് എന്ന് വിളിക്കുന്നു. സ്റ്റേണവുമായിട്ട് ഡയറക്റ്റായിട്ട് കാർട്ടിലേജ് കൊണ്ട് കണക്ഷനുള്ള റിബ്സുകൾ ഫസ്റ്റ് 7 പെയേഴ്സ് ഓഫ് റിബ്സ് ആണ്. ആ റിബ്സുകളെ നമ്മൾ ട്രൂ റിബ്സ് എന്ന് വിളിക്കും. 8ഉം 9ഉം 10ഉം ഡയറക്റ്റ് സ്റ്റേണവുമായിട്ട് കണക്ഷൻ ഇല്ല. ഏഴാമത്തെ റിബ് വഴിയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഫാൾസ് റിബ്സ് അഥവാ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന പേരിൽ വിളിക്കുന്നു. ഇനി ലാസ്റ്റ് 2 പെയേഴ്സ് 11ഉം 12ഉം 11ഉം 12ഉം ഓഫ് റിബ്സ് ആർ നോട്ട് കണക്റ്റഡ് വെൻട്രലി ആൻഡ് ആർ ദെയർഫോർ കാൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. ഈ 2 റിബ്സുകൾ ഈ പിക്ചറിൽ നമുക്ക് കാണാം. 11ാമത്തെ റിബ്സും 12ാമത്തെ റിബ്സും. ഇത് രണ്ടും ആരുമായിട്ട് കണക്ഷൻ ഇല്ല? സ്റ്റേണവുമായിട്ട് കണക്ഷൻ ഇല്ല. വെർട്ടിബ്രൽ കോളവുമായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. 11ഉം 12ഉം വെർട്ടിബ്രൽ കോളവുമായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. അത് ഫ്രണ്ട് പോർഷനിൽ സ്റ്റേണവുമായിട്ട് കണക്ഷൻ ഇല്ല. ആൻഡ് ദേ ആർ കാൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. അപ്പം അവയെ എന്തു പേരിൽ വിളിക്കുന്നു? ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് വിളിക്കുക. Last 2 pairs 11th and 12th of ribs are not connected ventrally and are therefore called floating ribs. Thoracic vertebrae, ribs and sternum together form the rib cage. Thoracic vertebrae thoracic region ൽ കാണുന്ന vertebrae ribsum sternum ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് rib cage. ജോയിൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് ജോയിൻസ്? The place of articulation between 2 or more bones or between a bone and a cartilage is known as joints. The place of articulation between 2 or more bones. രണ്ടോ അതിലധികമോ ബോണുകൾ വന്ന് മീറ്റ് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ എ ബോൺ ആൻഡ് എ കാർട്ടിലേജ്, ഒരു ബോണും കാർട്ടിലേജും മീറ്റ് ചെയ്യുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ ജോയിൻസ് എന്ന് വിളിക്കുന്നത്. വാട്ട് ആർ ജോയിൻസ്? The place of articulation between 2 or more bones or between a bone and a cartilage is known as joints. 3 types of joints are there. 3 type of joints ഉണ്ട്. Fibrous joints, cartilaginous joints, synovial joints. ഫസ്റ്റിൽ നമുക്ക് ഫൈബ്രസ് ജോയിൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. Fibrous joints do not allow any movement. Fibrous joints ആണെങ്കിൽ മൂവ്മെന്റ് ഒന്നും അലൗ ചെയ്യില്ല. This type of joint is shown by the flat skull bones which fuse end to end with the help of dense fibrous connective tissues in the form of sutures to form the cranium. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കള്ളിലുള്ള ജോയിൻസ് ആണ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്, സ്കള്ളിൽ ക്രാനിയത്തിൽ കുറേ ബോൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ആ ബോൺസുകൾ തങ്ങളിൽ കണക്ട് ചെയ്യുന്നത് ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒരു ഇറഗുലറായിട്ട് ഷേപ്പുള്ള ജോയിൻസ് ആണ്. ആ ജോയിൻസുകളെയാണ് നമ്മൾ ഫൈബ്രസ് ജോയിൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കണക്ഷൻസിൽ എളുപ്പത്തിൽ ഇത് ഡിസ്കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ ജോയിൻസ് പരസ്പരം വളരെ ടൈറ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ജോയിൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ക്രാനിയത്തിലെ ബോൺസിനെ വേർപെടുത്തിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ക്രാനിയത്തിൽ അല്ലെങ്കിൽ നമ്മൾ തലച്ചോറിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് സർജറി വേണ്ടി വരുന്നുവെങ്കിൽ, ശസ്ത്രക്രിയ വേണ്ടി വരുന്നുവെങ്കിൽ ഡോക്ടേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ടർ വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുന്ന രീതിയാണുള്ളത്. അല്ലാതെ നമുക്ക് തലയിലെ ബോൺസുകളെ ജോയിൻസിൽ വെച്ചിട്ട് ബോൺസുകളെ വേർപെടുത്തിയെടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വളരെ ടൈറ്റായിട്ടുള്ള ജോയിൻസ് ആണ്. അപ്പോൾ അത്തരം ജോയിൻസുകളെ വിളിക്കുന്ന പേരാണ് ഫൈബ്രസ് ജോയിൻസ് എന്ന് വിളിക്കുന്നത്. ഫൈബ്രസ് ജോയിൻസ്. ദിസ് ടൈപ്പ് ഓഫ് ജോയിന്റ് ഈസ് ഷോൺ ബൈ ദ ഫ്ലാറ്റ് സ്കൾ ബോൺസ്
which fuse end to end with the help of dense fibrous connective tissue in the form of sutures to form the cranium. ഈ ജോയിൻസിനെ സംബന്ധിച്ച് ഒരു ടൈപ്പിലുള്ള മൂവ്മെന്റ്സും അലൗ ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ ജോയിൻസ് ആണ് cartilaginous joints. In cartilaginous joints, the bones involved are joined together with the help of cartilages. നമുക്കറിയാം നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൽ ഓരോ വെർട്ടിബ്രയുടെയും ഇടയിലായിട്ട് കാർട്ടിലേജസ് ഉണ്ട്. ആ കാർട്ടിലേജസിനാണ് നമ്മൾ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ന് വിളിക്കുന്നത്. ആ ഡിസ്ക് ഈ രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നുണ്ട്. കാർട്ടിലേജ് ആയതുകൊണ്ട് നമുക്കറിയാം കാർട്ടിലേജ് അലൗ ലിറ്റിൽ മൂവ്മെന്റ്സ് അലൗ ചെയ്യുന്നുണ്ട്. അപ്പം നട്ടലിനെ സംബന്ധിച്ചിടത്തോളം കുറേ നട്ടൽ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ കുറച്ചൊക്കെ ഫ്ലെക്സിബിൾ ആണ്. ആ രീതിയിൽ നമുക്കവിടെ മൂവ് ചെയ്യാൻ പറ്റും. വെർട്ടിബ്ര ബോൺസ് ആണെങ്കിലും ഇടയ്ക്കുള്ള ഈ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത് കാർട്ടിലേജ് ആണ്. അപ്പോൾ ഈ ബോൺസിൻ്റെയും കാർട്ടിലേജും കൂടി ചേർന്ന് വരുന്ന ഈ ഡിസ്ക് വരുന്ന ജോയിൻസ് ആണ് കാർട്ടിലേജിനസ് ജോയിൻസ്. In cartilaginous joints, the bones involved are joined together with the help of cartilages. The joint between the adjacent vertebrae in the vertebral column is of this pattern and it permits limited movements. അപ്പോൾ അതിന് cartilaginous jointsന് എക്സാമ്പിൾ ആണ് intervertebral disc. The joint between the adjacent vertebrae in the vertebral column is of this pattern and it permits limited movements. ഇനി അടുത്ത് വരുന്ന ജോയിൻസ് ആണ് സിനോവിയൽ ജോയിൻസ്. സിനോവിയൽ ജോയിൻസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൈയിലെ മുട്ടിലെ ജോയിൻസ്, കാലിലെ മുട്ടിലെ ജോയിൻസ്. ഈ ജോയിൻസുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ജോയിൻസ് ആണ്. ആ രീതിയിൽ ഫ്രീ മൂവ്മെന്റ് അലൗ ചെയ്യുന്ന ജോയിൻസുകളാണ് സിനോവിയൽ ജോയിൻസ്. സിനോവിയൽ ജോയിൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ ഫ്ലൂയിഡ് ഫിൽഡ് സിനോവിയൽ ക്യാവിറ്റി ബിറ്റ്വീൻ ദ ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ഓഫ് ദ ടു ബോൺസ്. അപ്പം ഇവിടെ ഈ മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ രണ്ട് ബോണുകളും വന്നു ചേരുന്ന ഈ ജോയിന്റിൽ ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ടാകും. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് സിനോവിയൽ ഫ്ലൂയിഡ്. ആ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് സിനോവിയൽ ക്യാവിറ്റി. ഈ സിനോവിയൽ ക്യാവിറ്റി ഉള്ളത് കാരണം ഈ ജോയിൻസിനെ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. സച്ച് ആൻ അറേഞ്ച്മെന്റ് അലൗസ് കൺസിഡറബിൾ മൂവ്മെന്റ്. These joints help in locomotion and many other movements. അപ്പം നമ്മുടെ സഞ്ചാരത്തിന്, നമ്മളെ ഓടുന്നതിനും ചാടുന്നതിനും നടക്കുന്നതിനും നീന്തുന്നതിനും എല്ലാം സഹായിക്കുന്നത് ഈ ടൈപ്പ് ജോയിൻസ് ആണ്. These joints help in locomotion and many other movements. ഇപ്പം എന്തൊക്കെയാണ് സിനോവിയൽ ജോയിൻസ് എന്ന് നോക്കാം. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇവിടെ കൈയുടെ ഈ ബോണിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമറസ്. ഈ ഹ്യൂമറസ് ബോണിൻ്റെ ടിപ്പ് ഒരു ബോൾ ഷേപ്പിലുള്ള സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാലിൻ്റെ ഈ ഫിമർ ബോൺ, തൈ ബോൺ, ഇവിടെയും ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിവിടെ ഒരു സോക്കറ്റിനകത്ത്, ഒരു കുഴിക്കകത്ത്, ആ കുഴിക്കകത്താണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിലിരിക്കുന്ന ഈ രണ്ട് ജോയിൻസും, കയ്യിലെ ഈ ജോയിൻറ്റും കാലിലെ ഈ ജോയിൻറ്റും, ഇത് വരുന്ന ടൈപ്പിനെയാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗേർഡിൽ. ദാറ്റ് ജോയിൻ്റ് ഈസ് നോൺ ആസ് ദ ഷോൾഡർ ജോയിൻറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിന് ഒരു എക്സാമ്പിളാണ് ഷോൾഡർ ജോയിൻറ്റ്. ഷോൾഡറിൽ വരുന്ന ഈ ജോയിൻറ്റ്. ആ ജോയിൻറ്റ് ആരൊക്കെ തങ്ങളിലാണ്? ബിറ്റ്വീൻ ഹ്യൂമറസ് ബോൺ ആൻഡ് ദിസ് ഗേർഡിൽ. ദിസ് ഗേർഡിൽ ഈസ് നോൺ ആസ് ദ പെക്ടോറൽ ഗേർഡിൽ. ആൻഡ് അനദർ എക്സാമ്പിൾ ഈസ് ദ ഹിപ്പ് ജോയിൻറ്റ്. ഇവിടെ വരുന്ന ജോയിൻറ്റ് ഹിപ്പ് ജോയിൻറ്റ്. ദിസ് ജോയിൻറ്റ് ഈസ് ബിറ്റ്വീൻ ഫിമർ ബോൺ ആൻഡ് ദിസ് ഗേർഡിൽ. ദിസ് ഗേർഡിൽ ഈസ് നോൺ ആസ് ദ പെൽവിക് ഗേർഡിൽ. These two are examples for ball and socket joint. Shoulder joint and hip joint are examples for ball and socket joint. Another joint is the hinge joint. Hinge joint. ഈ പിക്ചറിൽ കാണുന്ന ഈ ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദീസ് ബോൺസ്, ഹ്യൂമറസ് ബോൺസും റേഡിയസ് ആൻഡ് അൾന, ഇവിടുത്തെ രണ്ട് ബോണും ഇവിടുത്തെ ഒരു ബോണും വന്നു ചേരുന്ന ഈ ജോയിന്റ്.
അതുപോലെ കാലിലും ഇവിടുത്തെ ഫിമർ ബോണും ടിബിയൈ ഫിബുലയും വന്നു ചേരുന്ന ഈ ജോയിന്റ്, ഇത് രണ്ടും ഹിഞ്ച് ജോയിന്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ ജോയിന്റുകളുടെ പ്രത്യേകത എന്താണ്? ഈ ജോയിന്റുകൾ നമുക്ക് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. കൈയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും, ബാക്കിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. എന്നാൽ കാലിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കിതിനെ ബാക്കിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും, ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. ഒരു കതകിൻ്റെ വിജാഗിരി പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഹിഞ്ച് ജോയിന്റ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് നീ ജോയിന്റും എൽബോ ജോയിന്റും. കാൽമുട്ടിലെ ജോയിന്റാണ് നീ ജോയിന്റ്, ഇവിടുത്തെ ജോയിന്റാണ് എൽബോ ജോയിന്റ്. Then another one is the pivot joint, that is between atlas and axis. ഇവിടെ കഴുത്തിൽ വരുന്ന നമ്മുടെ സെർവൈക്കൽ വെർട്ടിബ്രേ, ഫസ്റ്റ് സെർവൈക്കൽ വെർട്ടിബ്രയെ വിളിക്കുന്ന പേരാണ് അറ്റ്ലസ്, സെക്കൻഡ് ഒന്നിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ്. അപ്പോൾ അത് തങ്ങളിലുള്ള മൂവ്മെൻറ്റ്. അറ്റ്ലസ് എന്ന് പറയുന്ന വെർട്ടിബ്രേ നമ്മുടെ സ്കള്ളുമായിട്ട് ചേർന്ന് ഫിക്സ് ആയിട്ടിരിക്കുന്ന വെർട്ടിബ്രയാണ്. എന്നാൽ ആക്സിസ് ആണ് ആക്ച്വലി മൂവ് ചെയ്യുന്ന വെർട്ടിബ്രേ. അപ്പോൾ നമ്മുടെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരിക്കുന്ന സമയത്ത് അറ്റ്ലസ് അവിടെ സ്റ്റഡി ആയിട്ട് സ്കള്ളുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കും. ആക്സിസ് അതവിടെ ഒരു പിവട്ട് പോലെ പ്രവർത്തിക്കും, ഒരു അച്ചുതണ്ട് പോലെ പ്രവർത്തിച്ച് അതിൽ നിന്നുകൊണ്ടാണ് കഴുത്ത്, നമ്മുടെ തല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ജോയിന്റിനെ വിളിക്കുന്ന പേരാണ് പിവട്ട് ജോയിന്റ്, ദാറ്റ് ഈസ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. Then another one is the gliding joints. Gliding joints is between carpals. Carpals എന്ന് പറയുമ്പോൾ നമ്മുടെ റിസ്റ്റിൽ വരുന്ന ബോൺ, ഈ ഭാഗത്ത് വരുന്ന 8 ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, കാർപ്പൽസ്. അപ്പോൾ ഈ കാർപ്പൽസ് നമ്മുടെ കൈക്കുഴ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ബോണ് മറ്റൊരു ബോണിൻ്റെ പുറത്തുകൂടെ ഗ്ലൈഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്, അല്പം നിരങ്ങി നീങ്ങിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ജോയിൻസിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈഡിംഗ് ജോയിന്റ്, that is between the carpals, gliding joint. Then next one is the saddle joint, between carpal and metacarpal of thumb. നമ്മുടെ പെരുവിരലിൽ കാർപ്പൽ ബോൺസ് ഉണ്ട്. കാർപ്പൽ ബോൺസ് നമുക്കറിയാം റിസ്റ്റ് ബോൺസ് ആണ്. മെറ്റാകാർപ്പൽ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്ന പാം ബോൺസ് ആണ്. ആ മെറ്റാകാർപ്പലും കാർപ്പലുമായിട്ടുള്ള മൂവ്മെൻറ്റ്, അത് ഒരു വഞ്ചി തുഴയുന്ന ഒരു രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് അവിടെ കിട്ടും. അതിനെയാണ് സാഡിൽ ജോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തംബ് ആർ സം എക്സാമ്പിൾസ് ഓഫ് സിനോവിയൽ ജോയിൻറ്റ്സ്. അപ്പോൾ ദീസ് ആർ അബൌട്ട് ജോയിൻറ്റ്സ്. Then next one is the arthritis, that is inflammation of joints. സിനോവിയൽ ജോയിൻസിനകത്ത് ഉണ്ടാകാവുന്ന നീർക്കെട്ട്, വീക്കം, അതിനെയാണ് ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ് is known as arthritis. Next one is osteoporosis, age-related disorder characterized by decreased bone mass and increased chances of fractures. Age-related disorder characterized by decreased bone mass. പ്രായമാകുന്നവരിൽ ഈ ബോൺ സെൽസ് ഡീജനറേറ്റ് ചെയ്ത് പോയിട്ട് ബോൺസിൻ്റെ ശക്തി ക്ഷയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട്. ഇത് പ്രധാനമായിട്ടും സ്ത്രീകളിലാണ് സംഭവിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ലെവൽസ് ഓഫ് ഈസ്ട്രജൻ. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അവസ്ഥ, ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് പ്രായമായി കഴിയുമ്പോഴത്തേക്കും കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ബോൺ സെൽസ് എന്ത് ചെയ്യുന്നു, ഈ ഡിസൊല്യൂഷൻ നടന്നിട്ട് ആ ബോൺ സെൽസിൻ്റെ അളവ് കുറഞ്ഞ് ബോൺസ് പെട്ടെന്ന് ഫ്രാക്ചർ ആകുന്ന അവസ്ഥയിലേക്ക് പോകാം. ചെറിയ ഒരു വീഴ്ചയിൽ തന്നെ ബോൺ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അതിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് വിളിക്കുക. ഏജ് റിലേറ്റഡ് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബോൺ മാസ് ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസസ് ഓഫ് ഫ്രാക്ചേഴ്സ്. Then last one is the gout, inflammation of joints due to accumulation of uric acid crystals. യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ അത് ജോയിൻസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ജോയിൻസിൽ വീക്കം ഉണ്ടാകും. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഗൗട്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ് ഡ്യൂ ടു അക്യൂമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അക്യൂമുലേറ്റ് ചെയ്തിട്ട് ജോയിൻസിനുണ്ടാകുന്ന വീക്കം, ഇൻഫ്ലമേഷൻ,
അതിനെ വിളിക്കുന്ന പേരാണ് ഗൗട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുവാനുള്ളത്. For video lessons, please subscribe TLB's biology classes. Thank you.